എല്ലാവർക്കും PSC ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടിയതേയുള്ളൂ, രാജ്യം സാമ്പത്തികമായി ആകെ തകർന്നു കിടക്കുന്നു. ഇങ്ങനൊരവസ്ഥയിൽ നിന്ന് ഇന്ത്യ എങ്ങനെയായിരിക്കും സ്വന്തം കാലിൽ നിൽക്കാനൊരു ശ്രമം തുടങ്ങിയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി. നമുക്ക് ആ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? 1947-ൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുന്നിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങളെക്കാളൊക്കെ വലിപ്പമുള്ള ചില വെല്ലുവിളികളുമുണ്ടായിരുന്നു. അതിലേറ്റവും വലുത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയൊക്കെ കഥ തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒട്ടും ലളിതമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ പോയ ശേഷം ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? കൊടിയ ദാരിദ്ര്യം, സാമ്പത്തികമായൊരു തകർച്ച, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഈ രാജ്യത്തെ ആദ്യം മുതൽ പുനർനിർമ്മിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. വിഭജനത്തിന്റെ ആഘാതം ഒരു വശത്ത്, രാജ്യത്ത് ഭക്ഷണമില്ലാത്ത അവസ്ഥ മറുവശത്ത്, വ്യവസായങ്ങളൊന്നും കാര്യമായിട്ടില്ല. ഇതായിരുന്നു അന്നത്തെ ഇന്ത്യ. ഈയൊരു സാഹചര്യത്തിൽ നിന്ന് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ വ്യക്തമായ ദീർഘവീക്ഷണമുള്ള ഒരു പ്ലാൻ കൂടിയേ തീരൂ. അതായത് ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ നേതാക്കന്മാർ എന്തു ചെയ്തു? അവർ തിരഞ്ഞെടുത്ത വഴി അക്കാലത്ത് ലോകത്ത് തന്നെ ഒരു വിപ്ലവകരമായ ആശയമായിരുന്നു. അതാണ് കേന്ദ്രീകൃതമായ ആസൂത്രണം, അതായത് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. ആ സമയത്ത് സാമ്പത്തികമായി വളരെ വിജയകരമായി മുന്നേറിയിരുന്ന സോവിയറ്റ് യൂണിയനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയത്തിലേക്കെത്തുന്നത്. സിമ്പിളാണ് ആശയം. രാജ്യത്തുള്ള വിഭവങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഓരോ 5 വർഷം കൂടുമ്പോഴും ഓരോ മേഖലയിലും ചില ലക്ഷ്യങ്ങൾ നേടുക. ഇതായിരുന്നു ആ പുതിയ കാഴ്ചപ്പാട്. അപ്പോൾ ഈയൊരു ആശയം മനസ്സിൽ വന്നപ്പോൾ പിന്നെ ഒട്ടും വൈകിയില്ല. കാര്യങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു നടന്നത്. നോക്കൂ, 1950 മാർച്ച് 15 നമ്മുടെ ആസൂത്രണ കമ്മീഷൻ, അതായത് പ്ലാനിംഗ് കമ്മീഷൻ വന്നു. തൊട്ടടുത്ത വർഷം 1951 ഏപ്രിൽ 1 തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി. ഇനി ഈ പ്ലാനുകൾക്കൊരു ഫൈനൽ അപ്രൂവൽ കൊടുക്കണമല്ലോ. അതിനുവേണ്ടി 1952 ഓഗസ്റ്റ് 6 ദേശീയ വികസന സമിതി അഥവാ NDCയും രൂപീകരിച്ചു. ഈ 3 തീയതികളും ഈ സ്ഥാപനങ്ങളും PSC പരീക്ഷ എഴുതുന്നവർക്കറിയാം ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഏരിയയാണിത്. അങ്ങനെ 1951 മുതൽ 1956 വരെയുള്ള ആദ്യത്തെ 5 വർഷത്തേക്ക് ഇന്ത്യ ഒരു വലിയ യാത്രയ്ക്ക് തുടക്കമിട്ടു. എന്തായിരുന്നു ആ ആദ്യത്തെ പ്ലാന്റെ പ്രധാന ഫോക്കസ്? നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എല്ലാ പദ്ധതിക്കും ഒരു സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ പിൻബലമുണ്ടാകും. നമ്മുടെ ഒന്നാം പദ്ധതിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഹാരോഡ് ഡോമർ മാതൃകയായിരുന്നു. ലളിതമായി പറഞ്ഞാൽ എന്താണിത്? രാജ്യത്തെ ജനങ്ങളുടെ സമ്പാദ്യവും ആ സമ്പാദ്യം രാജ്യത്ത് തന്നെ നിക്ഷേപിക്കുന്നതും കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കായി സാമ്പത്തിക വളർച്ചയുണ്ടാകും. ഇതായിരുന്നു ഇതിന്റെ പ്രധാന ആശയം. അന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന വിശപ്പായിരുന്നു, ഭക്ഷ്യക്ഷാമമായിരുന്നു. അതുകൊണ്ടുതന്നെ ഒന്നാം പദ്ധതിയുടെ മെയിൻ ഫോക്കസ് കൃഷിയായിരുന്നു. ജലസേചന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, കൂടുതൽ ഉൽപ്പാദനം നടത്തുക, ഇതിനൊക്കെയായിരുന്നു പ്രയോറിറ്റി. ഇക്കാരണം കൊണ്ടുതന്നെ ഒന്നാം പദ്ധതിക്ക് കാർഷിക പദ്ധതി എന്നൊരു പേരുകൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ കൃഷിയിൽ ഇത്രയധികം ശ്രദ്ധ കൊടുത്തു. ഈ പദ്ധതി ശരിക്കും ഒരു വിജയമായിരുന്നോ അതോ പരാജയപ്പെട്ടോ? നമുക്കതിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഫലം നമ്മൾ പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിരുന്നു. നോക്കൂ, ലക്ഷ്യമിട്ടത് വെറും 2.1% വളർച്ചയായിരുന്നു. പക്ഷേ ഇന്ത്യ നേടിയതോ 3.6% വളർച്ച. ഒരു പുതിയ രാജ്യത്തിന് ഇത് നൽകിയ കോൺഫിഡൻസ് അത് ചെറുതായിരുന്നില്ല. ഇത് പദ്ധതിയുടെ ഒരു വൻ വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. ഭക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാചകമുണ്ട്: ഈ അണക്കെട്ടുകളാണ് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്ന്. ആ കാലഘട്ടത്തിന്റെ മുഴുവൻ ആവേശവും പ്രതീക്ഷയും ആ ഒരൊറ്റ വാചകത്തിലുണ്ടായിരുന്നു. ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ കൃഷിയിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ. ബക്ര, നങ്കൽ, ഹിരാക്കുഡ് പോലെയുള്ള വലിയ ഡാമുകൾ, ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ IITകൾക്ക് അടിത്തറയിട്ടത്, ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി UGC വന്നത്, ഗ്രാമങ്ങളുടെ വികസനത്തിനായി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP തുടങ്ങിയത്, ഇതെല്ലാം ഈ ഒന്നാം പദ്ധതിയുടെ കാലത്താണ്. അപ്പോൾ ഇത്രയും വിജയകരമായ ഒരു പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും നമ്മൾ ഓർക്കണം. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അപ്പോൾ അത് ജവഹർലാൽ നെഹ്റു, വൈസ് ചെയർമാൻ ഗുൽസാർലാൽ നന്ദ. എന്നാൽ PSC ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പേര്, ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ മലയാളിയായ സാമ്പത്തിക വിദഗ്ധൻ KN രാജിൻ്റെതാണ്. ഇത് മറക്കരുത്. ഈ തീയതികളൊക്കെ പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാൻ ചില എളുപ്പവഴികളുണ്ട്.
ഗ്രാമവികസനത്തിനുള്ള CDP തുടങ്ങിയത് ഗാന്ധിജിയുടെ പിറന്നാളിനാണ്, ഒക്ടോബർ 2. അത് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? അതുപോലെ ഇന്ത്യയുടെ വികസന സമിതിയായ NDC വന്നത് ഹിരോഷിമ ദിനമായ ഓഗസ്റ്റ് 6-നാണ്. 1953 എന്ന വർഷം തീരാൻ വെറും 3 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് UGC വന്നത് എന്നും ഓർത്തുവയ്ക്കാം. പതിറ്റാണ്ടുകളോളം ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ ഒരു നട്ടെല്ല് തന്നെയായിരുന്നു ഈ പഞ്ചവത്സര പദ്ധതികൾ. പക്ഷേ കാലം മാറിയപ്പോൾ ഈ സംവിധാനത്തിനും മാറ്റം വന്നു. അങ്ങനെ ആസൂത്രണ കമ്മീഷനിൽ നിന്ന് നമ്മൾ പുതിയൊരു സ്ഥാപനത്തിലേക്ക് മാറി. ഈ ടേബിൾ നോക്കിയാൽ ആ മാറ്റം വളരെ വ്യക്തമാണ്. 1950 വന്ന ആസൂത്രണ കമ്മീഷൻ പ്ലാനുകളുണ്ടാക്കുകയും പണം അനുവദിക്കുകയുമായിരുന്നു പ്രധാന ജോലി. എന്നാൽ 2015 അതിനു പകരം വന്ന നീതി ആയോഗ് സർക്കാരിന് ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ ഒരു ഉപദേശക സമിതി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ വ്യത്യാസം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃഷിക്കൊരു കിടിലൻ അടിത്തറയിട്ടുകൊണ്ട് ഒന്നാം പദ്ധതി ഇന്ത്യയ്ക്കൊരു വലിയ വിജയവും അതിലേറെ ആത്മവിശ്വാസവുമാണ് കൊടുത്തത്, അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? രാജ്യം അടുത്തതായി ഏറ്റെടുക്കാൻ പോകുന്ന വെല്ലുവിളി എന്താവും? വ്യവസായങ്ങളായിരിക്കുമോ, അതോ സാങ്കേതിക വിദ്യയോ? അതൊരു വലിയ ചോദ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായി സംസാരിക്കാം. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള ഈ ഒരു വിശദീകരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. PSC ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.